എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ ഇന്ന് അവസാനിക്കും. അപ്പോൾ ഇന്ന് വൈകുന്നേരം 5 മണിക്കകം വിദ്യാർത്ഥികൾ നിങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഇതുവരെ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനായിട്ട് അപേക്ഷിച്ചിട്ടില്ലെങ്കിൽ hscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴിയും, അതുപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ഇതുവരെ അപേക്ഷിച്ചിട്ടില്ലെങ്കിൽ vhscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴിയും വിദ്യാർത്ഥികളുടെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമെങ്കിൽ ഒന്നിലധികം ജില്ലയിലേക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഒന്നിലധികം ജില്ലയിലേക്ക് എന്ന് പറയുന്ന സമയത്ത് എങ്ങനെയാണ് ഈ ഒരു അപേക്ഷ നൽകേണ്ടതെന്ന് പറയാം. ഓരോ ജില്ലയിലേക്കും ഓരോ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യണം. നിങ്ങൾ നിലവിൽ നിങ്ങളുടെ ജില്ലയിൽ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്ക് മറ്റൊരു ജില്ലയിലേക്ക് കൂടി അപേക്ഷിക്കണമെങ്കിൽ, അതായത് ഈ ഒരു രീതിയിൽ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് ഏത് ജില്ലയിലേക്കാണോ പുതുതായിട്ട് അപേക്ഷിക്കേണ്ടത് ആ ഒരു ജില്ല നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ആലപ്പുഴ ജില്ലയിൽ അപേക്ഷിച്ച ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ എനിക്കിപ്പോൾ തിരുവനന്തപുരത്ത് കൂടി അപേക്ഷിക്കണമെങ്കിൽ ഈ ഒരു രീതിയിൽ തിരുവനന്തപുരം സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നേരത്തെ നൽകിയിട്ടുള്ള എല്ലാ സെയിം ഡീറ്റെയിൽസും കൃത്യമായിട്ട് തന്നെ നൽകുന്നു. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുന്നു. അതിനുശേഷം മൊബൈൽ ഫോണിലേക്ക് സെൻഡ് OTP ഓപ്ഷൻ വഴി OTP ലഭിക്കുകയാണെങ്കിൽ ആ ഒരു OTP കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു, സബ്മിറ്റ് ചെയ്യുന്നു. അതുപോലെ പാസ്വേഡ് പുതുതായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് പാസ്വേഡ് കൃത്യമായിട്ട് ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുന്നു. അതിനുശേഷം അപ്ഡേറ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ കൃത്യമായിട്ട് ലഭിക്കുന്നതായിരിക്കും. പാസ്വേഡിൽ എന്തെങ്കിലും അതായത് ക്യാരക്ടേഴ്സോ കാര്യങ്ങളോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എറർ വരും. അപ്പോൾ അത് കൃത്യമായിട്ട് പാസ്വേഡ് വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുത്ത് കൃത്യമായിട്ട് എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് കൃത്യമായിട്ട് കൊടുത്ത ശേഷം അതൊരു പേപ്പറിൽ കൃത്യമായിട്ട് എഴുതി അപ്ഡേറ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പുതിയ ആപ്ലിക്കേഷൻ നമ്പർ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ കൃത്യമായിട്ട് ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക. അതുപോലെ തന്നെ പാസ്വേഡ് ഓൾറെഡി പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു പാസ്വേഡും ആപ്ലിക്കേഷൻ നമ്പറും ഉപയോഗിച്ചുകൊണ്ട് കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് മുഖേന നിങ്ങൾ പുതിയ കാൻഡിഡേറ്റ് ലോഗിൻ്റെ ആ ഒരു യൂസർ നെയിം ആയിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും നൽകി ലോഗിൻ ചെയ്ത് അപ്ലൈ ഓൺലൈൻ എന്നുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നൽകി ആ ഒരു പുതിയ ജില്ലയിൽ നിങ്ങൾക്ക് വേണ്ട സ്കൂൾ കോഴ്സ് ഓപ്ഷനുകൾ ഏതൊക്കെയാണ് അത് കൃത്യമായിട്ട് നൽകിയ ശേഷം പ്രിവ്യൂ പേജ് പരിശോധിച്ച് എല്ലാം കറക്റ്റാണ് എന്നുള്ളത് ഉറപ്പുവരുത്തി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് മറ്റൊരു ജില്ലയിലേക്കും അപേക്ഷ സമർപ്പിക്കാം. അപ്പോൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും ഒരു വിദ്യാർത്ഥിക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് മറ്റൊരു ജില്ലയിലേക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ്. ഒന്നാമത്തേത് ഗ്രേസ് മാർക്കിൻ്റെതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് 10ാം ക്ലാസ്സിൽ കിട്ടിയിട്ടുള്ള ആ ഒരു വിഷയത്തിന് നിങ്ങൾക്ക് +1 പ്രവേശനത്തിനായിട്ടുള്ള ബോണസ് പോയിൻറ്റിൻ്റേത് രേഖപ്പെടുത്തുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് രേഖപ്പെടുത്താൻ പറ്റത്തില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നൽകുന്ന സമയത്ത് തന്നെ, അത് നിങ്ങളുടെ SSLCയുടെ രജിസ്റ്റർ നമ്പർ ഈ ഒരു സിസ്റ്റത്തിലേക്ക്, അത് നിങ്ങൾ ആദ്യം കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നൽകുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഗ്രേസ് മാർക്കിന് അർഹത ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി ഈ ഒരു നിങ്ങളുടെ 10ാം ക്ലാസ് റിസൾട്ടിൻ്റെ ഡാറ്റാബേസിൽ നിന്ന് ഈ ഒരു വെബ്സൈറ്റിലേക്ക് കണക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ വെബ്സൈറ്റിലേക്ക് വരും. അപ്പോൾ നിങ്ങൾക്ക് NCC, അതുപോലെ തന്നെ HPC, അതുപോലെ തന്നെ ലിറ്റിൽ കൈസ്, ഇതുപോലെ വിവിധ വിഭാഗങ്ങൾക്ക് ബോണസ് പോയിന്റ് പോലെ തന്നെ 10ാം ക്ലാസ്സിൽ ഗ്രേസ് മാർക്കിന് അർഹതയുള്ള വിദ്യാർത്ഥികളുണ്ടാവും. അങ്ങനെ ഗ്രേസ് മാർക്ക് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ആ ഒരു കോളം സെലക്ട് ചെയ്യാൻ സാധിക്കാതെ ഡിസേബിൾ ഓപ്ഷനിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് അവിടെ ആ ഒരു ടോപ്പിക്കിന്, അതായത് ആ ഒരു ഇനത്തിന് നിങ്ങൾക്ക് ഈ ഒരു ബോണസ് പോയിന്റ് ലഭ്യമാവുന്നതല്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അവിടെയുള്ള ബോക്സ് സെലക്ട് ചെയ്യാൻ പറ്റാത്തത്. ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു ബോക്സ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കാത്തത്. അത് ബോക്സ് ഉണ്ടാവും, എന്നാൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാനായിട്ട് സാധിക്കാതെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി വിദ്യാർത്ഥികൾ ചോദിച്ചതാണ് OTPയുടെ ഇഷ്യൂ. അപ്പോൾ നിങ്ങൾ ചില സമയത്ത് വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുന്ന സമയത്ത് സെൻഡ് OTP ഓപ്ഷൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് OTP നിങ്ങളുടെ ഫോണിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ സ്ക്രീനിൽ കാണാൻ പറ്റും 12 hours, അത് ആഫ്റ്റർ 12 hours ശേഷം വീണ്ടും ട്രൈ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതിന് കാരണം എന്ന് പറയുന്നത് നിരവധി വിദ്യാർത്ഥികൾ ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് ആ ഒരു വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ഈ ഒരു സിസ്റ്റത്തിന് കറക്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യാനായിട്ട് പറ്റാത്തത് കാരണമാണ് ഈ ഒരു രീതിയിൽ ആഫ്റ്റർ 12 hours, അതായത് 12 മണിക്കൂറിന് ശേഷം വീണ്ടും ട്രൈ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഇന്നലെ നോക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലായിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഓൾറെഡി സബ്മിറ്റഡ് ആണ്, അതായത് ഫൈനലി കൺഫേംഡ് ആണ് എങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് പേടിക്കേണ്ട. കാരണം നിങ്ങൾ അക്ഷയയോ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ അല്ലെങ്കിൽ സ്വന്തമായിട്ടോ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും അവസാനമായിട്ട് പ്രിൻറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ലിങ്ക് വഴി നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് തന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഓൾറെഡി കൺഫേംഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷൻ കൺഫേംഡ് ആണെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് പേടിക്കേണ്ടതില്ല. അതുപോലെ ഒരു വിദ്യാർത്ഥി ചോദിച്ചതായിരുന്നു, ഒരു സെയിം ജില്ലയിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് OTP കിട്ടാത്തത് കാരണം, അതായത് ഈ ഒരു രീതിയിൽ ലോഗിൻ ചെയ്യാൻ നോക്കുന്ന സമയത്ത് ആ ഒരു വിദ്യാർത്ഥിക്ക് 12 hours ശേഷം ട്രൈ ചെയ്യുക, അതായത് OTP ലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഓൾറെഡി നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫൈനലി കൺഫേംഡ് ആണെങ്കിൽ പ്രത്യേകിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. ഫൈനലി കൺഫേംഡ്
കൺഫേംഡ് അല്ല എങ്കിൽ നിങ്ങൾ പേടിക്കേണ്ടതില്ല. കാരണം ട്രയൽ അലോട്ട്മെൻറ്റ് സമയത്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫൈനൽ കൺഫർമേഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇന്നലെയാണ് ലോഗിൻ ചെയ്തതെങ്കിൽ ഇന്ന് ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പേജ് ലോഡായിട്ട് കിട്ടുന്നതാണ്. അതുപോലെ ആ ഒരു വിദ്യാർത്ഥി ചോദിച്ചതായിരുന്നു, ഒരു ജില്ലയിൽ തന്നെ ആ ഒരു സെയിം SSLC രജിസ്റ്റർ നമ്പറും അതുപോലെ തന്നെ മൊബൈൽ നമ്പറും വെച്ച് നിങ്ങൾക്ക് മറ്റൊരു കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞു തരാം. അതായത് ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ SWS മുഖേന നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയും ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് അതായത് ജസ്റ്റ് ഞാൻ ഒരു തവണ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ഇതുപോലെ കാണിക്കും. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം തിരുവനന്തപുരം ജില്ലയിലാണ് അപേക്ഷിച്ചതെന്ന് വിചാരിക്കാം. അപ്പോൾ സബ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന സ്കീം, അതായത് ഈ വർഷം 10ാം ക്ലാസ് പാസ്സായ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഈ ഒരു രീതിയിൽ ഈ 2024-25 എന്നുള്ള SLC സ്കീമാണ് സെലക്ട് ചെയ്യുക. അപ്പോൾ അവിടെ ഞാനിപ്പോൾ എൻ്റെ SLC രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ പേരും കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ മന്ത് ഓഫ് പാസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. മാർച്ച് ആയെങ്കിലും പ്രോബ്ലം ഒന്നുമില്ല. നിങ്ങൾ ഏതാണോ കൊടുക്കുന്നത് അത് കൃത്യമായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതാണ് മന്ത് ഓഫ് പാസ്. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ മൊബൈൽ നമ്പർ കൊടുക്കുന്നു. അതുപോലെ മോഡ് ഓഫ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നു. അതുപോലെ ക്യാപ്ച കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ ഓൾറെഡി തിരുവനന്തപുരം ജില്ലയിൽ അപേക്ഷിച്ച ഒരു വിദ്യാർത്ഥിയാണ്. ഞാൻ ഒന്നുകൂടി ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് ഇവിടെ കാണാനായിട്ട് ഇവിടെ നിങ്ങൾക്കൊരു സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മെസ്സേജ് വരുന്നതാണ്. അതായത് നിങ്ങളുടെ ഈ ഒരു ഡീറ്റെയിൽസ്, അതായത് ഈ ഒരു രജിസ്റ്റർ നമ്പർ ഓൾറെഡി എക്സിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു മെസ്സേജ് വരും. ഓൾറെഡി എക്സിസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ഡീറ്റെയിൽസ് നൽകുന്ന സമയത്ത് സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ ഈ ഒരു സോഫ്റ്റ്വെയർ മാച്ച് ചെയ്ത് നോക്കും. അതായത് സോഫ്റ്റ്വെയറിൻ്റെ ഡാറ്റാബേസിൽ ഈ ഒരു SLC സ്കീമിൽ, അതായത് SSLC 2024-25 ആ ഒരു സ്കീമിൽ ഇന്ന് രജിസ്റ്റർ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്ത് നോക്കും. അപ്പോൾ ഇന്ന് രജിസ്റ്റർ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു രജിസ്ട്രേഷൻ നമ്പർ വീണ്ടും, അതായത് SLC രജിസ്ട്രേഷൻ നമ്പർ ഓൾറെഡി ആ ഒരു ജില്ലയിൽ കൊടുത്തതുകൊണ്ട് തന്നെ, അതായത് ആ ഒരു ജില്ലയിൽ SLC സ്കീം 2024-25 എന്നുള്ള ആ ഒരു സ്കീമിൽ ഇന്ന് രജിസ്റ്റർ നമ്പർ ഈ ഒരു തിരുവനന്തപുരം ജില്ലയിൽ, ഞാനിപ്പോൾ തിരുവനന്തപുരം ജില്ലയിലേക്ക് തന്നെയാണ് വീണ്ടും കൊടുക്കാൻ നോക്കുന്നത് എന്നുള്ളതുകൊണ്ട് തിരുവനന്തപുരം ജില്ലയിൽ ഈ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും. അപ്പോൾ ആ ഒരു ഡാറ്റാബേസിൽ മാച്ച് ചെയ്യും. അതായത് ഇന്ന രജിസ്റ്റർ നമ്പർ ഇന്ന സ്കീമിൽ അതായത് തിരുവനന്തപുരം ജില്ലയിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാണും. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അവിടെ നിങ്ങൾക്ക് ഈ ഒരു ഓൾറെഡി എക്സിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ആ ഒരു രജിസ്ട്രേഷൻ വീണ്ടും ചെയ്യാനായിട്ട് സാധിക്കാതെ വരുന്നത് ആയിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് OTP വരാതിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അത് ഈ ഒരു വെബ്സൈറ്റിൻ്റെ ആ ഒരു പ്രശ്നം കൊണ്ടാണ്. അതായത് വെബ്സൈറ്റിൽ കുറേ വിദ്യാർത്ഥികൾ ഒരുമിച്ച് കയറുന്നത് കൊണ്ടുള്ള ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു 12 ഹവറിന് ശേഷം ട്രൈ ചെയ്യുക എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ജില്ലയിൽ ഒരു സ്കീമിൽ ഒരു രജിസ്റ്റർ നമ്പർ വെച്ച് നിങ്ങൾക്ക് 2 അപേക്ഷ സമർപ്പിക്കാൻ പറ്റത്തില്ല. കാരണം ഈ ഒരു സെയിം മറ്റൊരു സ്കീമാണെങ്കിൽ നിങ്ങൾക്ക് പറ്റും. എന്നാൽ നിങ്ങൾ തെറ്റായിട്ടുള്ള സ്കീം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാതെയും വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഓൾറെഡി നൽകിയിട്ടുള്ള തിരുവനന്തപുരം ജില്ലയിലേക്ക് ഒരു ആപ്ലിക്കേഷൻ നൽകിയിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ SSLC 2024-25 ആ ഒരു സ്കീമാണ് നിങ്ങൾ അറിയാതെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് SLC 2007-24 എന്നുള്ള സ്കീമായിരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ അറിയാതെ മറ്റൊരു സ്കീമാണ് നിങ്ങൾ സെലക്ട് ചെയ്ത് പോയിട്ടുള്ളത് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അതായത് ആ ഒരു തിരുവനന്തപുരം ജില്ലയിൽ ഓൾറെഡി ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞു. അതിനുശേഷമാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് ഈ ഒരു SSLCയുടെ സ്കീം നിങ്ങൾ തെറ്റായിട്ടായിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത്, അതുവഴിയാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ നൽകിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ തെറ്റായിട്ട് നൽകിയ സ്കീം പ്രകാരമാണ് നിങ്ങൾ അപേക്ഷിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഈ ഒരു ജില്ലയിലേക്ക് സെലക്ട് ചെയ്ത്, അതായത് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അതായത് നിങ്ങൾക്ക് ഈ ഒരു ജില്ലയിലേക്ക്, അതായത് ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുകയും നിങ്ങൾ ഏത് ജില്ലയിലേക്കായിരുന്നു അപേക്ഷിച്ചത് ആ ഒരു ജില്ല സെലക്ട് ചെയ്യുകയും നേരത്തെ തെറ്റായിട്ട് സ്കീം നൽകിയത് കൊണ്ട് തന്നെ വീണ്ടും പുതുതായിട്ട് നിങ്ങൾ ശരിയായിട്ടുള്ള സ്കീം സെലക്ട് ചെയ്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ നൽകുന്ന സമയത്ത് ഈ ഒരു സോഫ്റ്റ്വെയർ കൃത്യമായിട്ട് പരിശോധിക്കും. അതായത് നിങ്ങൾ നേരത്തെ ഈ ഒരു സ്കീമിൽ ഇന്ന രജിസ്റ്റർ നമ്പർ ഇന്ന ജില്ലയിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു 2007-24 ആ ഒരു രജിസ്ട്രേഷനിൽ ഉണ്ടാവും. എന്നാൽ ഈ ഒരു 2024-25 എന്നുള്ള സ്കീമിൽ ഇന്ന രജിസ്റ്റർ നമ്പർ സേവ് ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ ഒരു ജില്ലയിലേക്ക് നിങ്ങൾക്ക് മറ്റൊരു ആപ്ലിക്കേഷൻ സമർപ്പിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റൊരു ജില്ലയിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സ്കീം തെറ്റാണെങ്കിൽ, നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന സ്കീം തെറ്റാണെങ്കിൽ മാത്രമാണ് പുതിയ ആ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ പ്രകാരം നിങ്ങൾക്ക് സെയിം ജില്ലയിൽ അപേക്ഷ സമർപ്പിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അപേക്ഷ സമർപ്പിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.